കേട്ടോ ഈ ചേഞ്ച് വരുത്തിയത്. ഹല്ലേലൂയ. സുവിശേഷമായി ചേഞ്ച് വരുത്തിയത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യവും 6-ാം വാക്യവും ഒന്ന് വായിച്ചേ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്ത് കിട്ടി? പുത്രത്വം പ്രാപി. സുവിശേഷം നമ്മെ ആരാക്കി മാറ്റി? മക്കളാക്കി മാറ്റി. ഹല്ലേലൂയ. മക്കളാക്കി മാറ്റി. പ്രൈസ് ഗോഡ്. തീർന്നില്ല. 6-ാമത്തെ വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അബ്ബാ എന്ന് വിളിക്കത്തക്കവണ്ണം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നു. സുവിശേഷം കൊണ്ടുവന്ന മാറ്റം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചുമ്മാ വിളിക്കുകയല്ല, പുറത്തുള്ളവർ വെറുതെ വിളിക്കുക. വെറുതെ വിളിച്ചാലും ദൈവം കൊടുക്കും. കാരണം പ്രാർത്ഥനയും കേൾക്കും, യാചനയും കേൾക്കും. സ്തോത്രം. പക്ഷെ ഞാനും നിങ്ങളും അങ്ങനെയല്ല. ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തും പറയാം കേട്ടോ, എന്ത് വിഷമവും പറയാം, എന്ത് ഭാരവും പറയാം. സ്തോത്രം. നമ്മളൊക്കെ ചില പറയാറില്ലേ സ്തോത്രം, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ്. അങ്ങേരോട് പറഞ്ഞിട്ടോ ഇല്ല, പ്രയോജനമൊന്നും ഇല്ല. സ്തോത്രം. പിന്നെ ചിലരുടെ കംപ്ലൈൻറ്റാ, ആര് കേൾക്കാനാ? എൻ്റെ കഷ്ടപ്പാടും എൻ്റെ വേദനയും എൻ്റെ ഭാരവും. സ്തോത്രം. ഞാൻ കിടക്കുന്ന തലയണയ്ക്കറിയാം, പില്ലോയ്ക്കറിയാം, ബെഡിനറിയാം. എൻ്റെ മുറിക്ക് ചിലർ പറയുന്ന സ്തോത്രം, എൻ്റെ ഭിത്തിക്ക്, എൻ്റെ ബെഡ്റൂമിൻ്റെ ഭിത്തിക്കറിയാം എൻ്റെ കണ്ണുനീര്, എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം, ഇങ്ങനെയൊക്കെ പറയാം. ദൈവമക്കളെ, അത് കേട്ടോണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? കേൾക്കേണ്ടവൻ കേൾക്കണം. ഹല്ലേലൂയ.